ഓക്കെ, രണ്ട് സെറ്റുകളുണ്ട്. രണ്ട് സെറ്റുകളിലെ എലമെന്റ്സ് ഉണ്ടല്ലേ, 1 2 3 4. ഇവിടെ 5 6 7 8 ഏതെങ്കിലും ആയിക്കോട്ടെ. അപ്പോ ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇങ്ങോട്ടേക്ക് എന്ത് വേണം? ഇമേജ് വേണം, അല്ലെങ്കിൽ ഒരു മാപ്പിംഗ് വേണം. ഇപ്പൊ നോക്കിക്കേ, ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇങ്ങോട്ടേക്ക് മാപ്പിംഗ് വന്നില്ലേ? അപ്പൊ ഇത് എന്താണ്? ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഫംഗ്ഷൻ ആകോ? ആവൂല? അതെന്താവാത്ത? ആകും. ഇവിടെ നോക്കി, ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും ഇങ്ങോട്ട് മാപ്പിംഗ് മതി എന്നാ പറഞ്ഞേക്കണ. ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും മാപ്പിംഗ് ഇല്ലേ ഇങ്ങോട്ടേക്ക്? പക്ഷെ ഇത് എന്ത് ഫംഗ്ഷൻ ആവില്ല? 1 1 ഫംഗ്ഷൻ ആകോ? 1 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഓരോന്നിനും ഓരോ ആൾക്കാർ വേണം അപ്പുറത്തോട്ട്. അപ്പൊ ഇതെന്താ? ഇവിടെ നോക്കി, ഇതിന്റെയും എന്താണ്? 7 തന്നെയാണ്. ഇതിപ്പോ എന്തായി? ഇത് 1 1 ഫംഗ്ഷൻ ആണ്. കാരണം ഓരോ എലമെന്റ്സിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പുറത്തുള്ള. ഇതെന്തല്ല, ഈ 3ന്റെ 4ന്റെ ഇമേജ് 7 തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ഫംഗ്ഷൻ അല്ല? 1 1 ഫംഗ്ഷൻ അല്ല. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ് ഞാനിപ്പോ വരച്ചേക്കണത്. കാരണം എന്താ? ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടുത്തെ y എടുക്കുക. വൈയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്തെ ഒരു പ്രീ ഇമേജ് ഉണ്ടാകും നോക്കാം. അപ്പൊ നോക്കിക്കേ, 5-നുണ്ട് ഒരു പ്രീ ഇമേജ്, 6-നുണ്ട് ഒരു പ്രീ ഇമേജ്, 7-നുണ്ട്, 8-നുണ്ട് ആ പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. മനസ്സിലായ? അപ്പൊ ഈ 1 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷനെ പറയുന്ന പേരെന്താ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. വേറൊരു പേരും കൂടെ ഉണ്ടല്ലോ അതിന്. 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ എങ്ങനെയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച്. നമ്മുടെ കയ്യിൽ ആകെ ഒരു ഫംഗ്ഷൻ എന്ന് മാത്രമേ ഇനി പറയുള്ളൂ. അതെന്താണ് നിങ്ങൾ ഇത്രയും ഇമാജിൻ ചെയ്തെടുക്കണം. മനസ്സിലായി? എന്താണ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ സെറ്റ് തുടങ്ങും. അപ്പൊ ഇനി മുതലുള്ള ക്ലാസ്സിലോട്ട് അങ്ങോട്ടേക്ക് എന്തേ മാത്രമേ പറയുള്ളൂ? ഫംഗ്ഷൻ എന്ന് മാത്രമേ നമ്മളടുത്ത് പറയുള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞേക്കണേ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതൊരു 1 1 ആണോ ഓൺ ടു ആണെന്ന് കാണിക്കാൻ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ച? നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ഇപ്പൊ നമ്മൾ രണ്ട് സെറ്റ് എന്നല്ലേ പറഞ്ഞ? ഇത് എക്സ്, ഇത് വൈ അല്ലെ? ഈ എക്സിലുള്ള എലമെന്റ്സ് നമുക്ക് സ്മോൾ എക്സ് എന്ന് പറയാം, വൈയിലുള്ള എലമെന്റ്സിന് സ്മോൾ വൈ എന്ന് പറയാം. ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ഞാൻ നോക്കണേ, എഫ് ഓഫ് 1 ഈക്വൽ ടു 2. അപ്പൊ 1 എവിടെയുള്ള എലമെന്റ്സ് ആയിരിക്കും? ഇതിലുള്ള എലമെന്റ് ആണ് 1. ഈ 1 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തേക്കണം? 2-ലോട്ട്. 2 എവിടെയുള്ള എലമെന്റാ? വൈയിലുള്ള. അപ്പൊ 2-ലോട്ട് മാപ്പ് ചെയ്തേക്കണം. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തേക്കണം. അപ്പൊ നമ്മളുടെ അടുത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ, ഓൾജിബ്രിക് ഫംഗ്ഷൻ ആയിരിക്കാം, എന്തെങ്കിലും ആവാം. അങ്ങനെ മാത്രം എന്ത് ചെയ്യുള്ളൂ? തരുള്ളൂ. നമ്മളോട് എന്ത് ചെയ്യാൻ പറയും അവര്? 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ 2x1, ഇത് എന്താണെന്ന് കാണിക്കണം? 1 1 ആണെന്ന് കാണിക്കണം. അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതണം. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? x1 ഈക്വൽ ടു x2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് കാണിക്കേണ്ടത്. എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1 1 ആണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ നോക്കിക്കേ, ആദ്യം നമ്മൾ എന്തെന്ന് അപ്പൊ എഫ് ഓഫ് എക്സ് ഉണ്ടല്ലേ, എഫ് ഓഫ് x1 ആകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുത്താൽ മതി? x1 കൊടുത്താൽ മതി അല്ലെ? ഇത് അസ്യൂം ചെയ്യും. നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഇങ്ങനെയാണെന്ന് കാണിക്കണം. ചിലപ്പോ ഇത് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണെന്ന് കിട്ടൂല. അപ്പൊ അതെന്ത് ഫംഗ്ഷൻ അല്ല? 1 1 ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം ജസ്റ്റ് അസ്യൂം ചെയ്തിട്ട് ഇത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ പോണേ. അപ്പൊ എഫ് ഓഫ് x1 അല്ലേ നമുക്ക് നോക്കണം. അപ്പൊ എഫ് ഓഫ് എക്സ് കയ്യിലുണ്ട്. x1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടത്തെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഇവിടെ എക്സ് ആണ്, x1 അല്ല. ഇവിടെ എഫ് ഓഫ് x1 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്ത് വരും? ഇവിടെയും എക്സിന്റെ സ്ഥാനത്ത് ആര് വരും? x1 വരും. അപ്പൊ നമുക്ക് എഫ് ഓഫ് x1 വരെ ആരെ എഴുതാം? 2x1 എഴുതാം അല്ലെ? 2x1 ഈക്വൽ ടു 2x2. ഇനി നോക്കിക്കേ, 2 2 ക്യാൻസൽ ചെയ്ത് കളയല്ല രണ്ട് സൈഡും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ലാസ്റ്റ്? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പൊ ഇതെന്ത് ഫംഗ്ഷനാ? 1 1 ഫംഗ്ഷൻ ആണ്. ഇനി ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഫംഗ്ഷന്റെ ഡൊമൈനും കോഡൊമൈനും അറിയണം. അപ്പൊ ഇവിടെ തന്നേക്കണം എന്തെന്നാ? നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലോട്ടുള്ള ഫംഗ്ഷൻ അല്ലെ? അപ്പൊ ഇത് എന്താണ് കാണിക്കേണ്ടത്? ഓൺ ടു ആണ് കാണിക്കണം. എന്താണ് ഓൺ ടു എന്ന് പറഞ്ഞാൽ? ഓൺ ടു അല്ല എന്നാണ് കാണിക്കേണ്ടത്. ഓൺ ടു അല്ല എന്നാണ് കാണിക്കേണ്ടത്.
അപ്പൊ ഓൺ ടു അല്ലാന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ എപ്പോഴും എന്താ ചെയ്യേണ്ട? എക്സാമ്പിൾ ഇടുക. ആണെന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ ജനറലൈസ് ചെയ്ത് കാണിക്കണം. ജനറലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ x1ന്റെയും x2ന്റെ ഒക്കെ ടേംസ് ഇട്ട് കൊടുത്തിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമുക്ക് ഇത് എക്സാമ്പിൾ ഇട്ട് കാണിക്കാം. ഓൺ ടു അല്ലെന്ന് കാണിക്കാല്ലേ പറയാം. എന്താണ് ഓൺ ടു എന്ന് പറഞ്ഞാൽ? വൈയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇവിടെ എന്ത് വേണം? ഒരു പ്രീ ഇമേജ് വേണം അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ഇട്ട് കാണിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പോ നോക്കിക്കേ, ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x അല്ലെ? അപ്പോ ഇത് നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ y എന്നും എഴുതൂട്ടാ. അപ്പൊ വൈയുടെ സ്ഥാനത്ത് ഞാൻ 1 കൊടുക്കണേ. വൈയുടെ സ്ഥാനത്ത് ആരെ കൊടുത്തു? 1 കൊടുത്തു. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ? 1 ആ. എഫ് ഓഫ് എക്സ് എന്താ നമ്മുടെ? 2x. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തത്? 2x ചെയ്തു. ഇത് ഞാൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് എത്ര കിട്ടും നമുക്ക്? 1/2. അതായത് എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോ ഈ 1 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യണം? 1/2 മാപ്പ് ചെയ്യണം അല്ലെ? അതല്ലേ അതിന്റെ അർത്ഥം. ഇനി 1/2 എന്ന് പറഞ്ഞ ഇമേജ് ഇവിടെ വരുന്നുണ്ടോ? നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്ത് ഫംഗ്ഷൻ അല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. അപ്പൊ ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കണം. മനസ്സിലായോ? ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അത് അടുത്ത പ്രോബ്ലം വരുന്നുണ്ട്, അതിൽ കാണിച്ചു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് show that the function f from n to n given by f of x is equal to 3x plus 2 is 1 1. ഞാൻ വിളിക്കുന്ന ആള് ബോർഡിൽ വന്ന് ചെയ്യട്ടാ. അവൻ ആദ്യമേ ജാമ്യം എടുത്തിരിക്കുന്നുണ്ട്, അവനെ വിളിക്കല്ല. വാ. ഇത് മാച്ചു ടെക്സ്റ്റ് എടുത്തിട്ട് വരട്ടെ. എന്താ ആദ്യം ചെയ്യേണ്ടത്? അസ്യൂം ചെയ്യേണ്ടത് എന്താ? 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം എന്താ അസ്യൂം ചെയ്യണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എല്ലാരും വന്നിട്ടില്ലേ ഇന്ന്? ഒരാൾ വന്നിട്ടില്ല അല്ലേ? മറ്റേ കുട്ടി എന്താ ആദ്യം ചെയ്യേണ്ടത്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പൊ എഫ് ഓഫ് x1 എങ്ങനെ എഴുതാം? എഴുത് എഫ് ഓഫ് x1. കുറച്ചിങ്ങ സൈഡ് തിരിഞ്ഞോടെ കാണാൻ പറ്റില്ല. നോക്കിക്കേ, എഫ് ഓഫ് x1 എഴുതിക്കണ ശരിയാണോ? 3x plus 2 എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾ കാണിക്കൊന്നും വേണ്ട, ഇവിടെ ഇരിക്കുന്ന എല്ലാരും മണ്ടന്മാരാ. വെറുതെ 3x1 plus 2 അങ്ങനെ എഴുതണം. എഫ് ഓഫ് x1 എഴുതിയപ്പോ എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? x1 എന്ന് കൊടുക്കണം. എന്താ ചെയ്യണ്ട? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? അല്ലല്ല, എഫ് ഓഫ് x1 ഈക്വൽ ടു x2 അസ്യൂം ചെയ്യണ്ടേ ഫസ്റ്റ്? എഫ് ഓഫ് x2 കണ്ടുപിടിച്ചതിന് എഫ് ഓഫ് x എന്താ അസ്യൂം ചെയ്യണ്ട? 2 ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യും. അവിടെ ഈക്വൽ ആണെന്ന് എഴുതിയില്ല. എഴുതിയാ ഈക്വൽ ആണെന്നാണ് എഴുതിച്ചിരുന്നത്. ഇനി എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് കളയണം. മനസ്സിലായാ? ചെയ്താ എവിടെ? അപ്പൊ എന്ത് കിട്ടി ഫൈനലി? x1 ഈക്വൽ ടു x2 1 1 ആണെന്ന് കിട്ടി.
ഇങ്ങനെയാണ് എല്ലാരും ചെയ്തത്. അങ്ങനെ കാണിക്കേണ്ടത്. ആ ഞാൻ ഇത്ര നേരം പിന്നെ എന്താ പറയണത് വെച്ചാ ആ ഓക്കെ. ചേച്ചി ഓണല്ലോ അല്ലേ? നിങ്ങക്ക് ചൂടെടുക്കണ്ട? ചൂടെടുക്കണ്ട? ഓണാക്കണോ? കുറച്ചാൾ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഓക്കേ. ഇനി എക്സാമ്പിൾ 9 എടുത്തേ. നമ്മൾ ചെയ്താ അടുത്ത ടെക്സ്റ്റ് ഇല്ലേടാ അവര്? എനിക്ക് പഴയ ടെക്സ്റ്റ് തരട്ടെ എന്നാ. എക്സാമ്പിൾ 9 ഒന്ന് ഞാൻ ക്വസ്റ്റ്യൻ എഴുതി തരാം. എക്സാമ്പിൾ 9 ആണേ. Prove that the function f from R to R is given by f of x is equal to 2x. ഇവിടെ എന്താ പ്രത്യേകത? R to R ആണ്. f of x is equal to 2x is 1 1 and onto is 1 1 and onto. ഈ സൺഡേ അല്ലേ എനിക്ക് മറ്റേ മാത്സിന്റെ എക്സാം പറഞ്ഞാ? അടുത്ത സൺഡേ ഈസ് 1 1 and onto കാണിക്കാല്ല ഇത്. ആ അടുത്ത സൺഡേ. കെമിസ്ട്രി മാത്സ് പറഞ്ഞിട്ടില്ല അല്ലേ? ആ ചിരിച്ചാ മതി. ആ നോക്ക്, എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ഈസ് എന്താന്നാ പറയണം? 1 1 and onto. 1 1 ആണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഡൊമൈനും റേഞ്ചും വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ 1 1 ആണെന്ന് കാണിക്കാം. onto ആണെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം 1 1 ആണെന്ന് കാണിച്ചേ. എഴുതിയില്ലേ? ഇനി ഇത് എന്താന്ന് കാണിക്കണം? ഓൺ ടു ആണെന്ന് കാണിക്കാനാ പറഞ്ഞേക്കണം. അല്ലാന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സാമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഓൺ ടു ആണെന്ന് കാണിക്കണം നമുക്ക്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതണം. എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. എല്ലാത്തിലും ഇതേ ഫോർമുലയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ? 2x അല്ലേ? 2x ഈക്വൽ ടു വൈ എന്ന് എഴുതിയിട്ട് ഇതിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്. എക്സ് ഈക്വൽ ടു വൈ ബൈ ടു. ഈ y ബൈ ടു എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണോ? എന്തോ ഞാൻ ചെന്ന് വിളിച്ചായിരിക്കുന്നത്. ഓക്കെ, ഈ y ബൈ ടു എന്ന് പറഞ്ഞ റിയൽ നമ്പർ ആണോ? അപ്പൊ ഇതെന്താ? ഓൺ ടു ആണ്. അപ്പൊ ഓൺ ടു ആണെന്ന് കാണിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആദ്യം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതിയിട്ട് വൈയുടെ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. ഇതെന്താ? ഇത് അവിടെ ബിലോങ് ചെയ്യുന്നത്. y ബൈ ടു ഈസ് ബിലോങ്സ് ടു എവിടെയാണ്? ആ, സോ ഇറ്റ് ഈസ് ഓൺ ടു. ആ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആ എക്സിന്റെ വാല്യൂ നമ്മുടെ ഇവിടെ ഉണ്ടാന്ന് നോക്കണം. എവിടാ? ഈ ഒരു ഡൊമൈനിൽ വരുന്നുണ്ടാന്ന് നോക്കണം കേട്ടോ. ഇവിടെ വരുന്നുണ്ടാന്ന് നോക്കണേ. ഇനി ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാമോ നിങ്ങക്ക്? ഈ ഒരു ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു 2x ഗ്രാഫ്. ആ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ഗ്രാഫ്. അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഒന്ന് വരച്ചേ. എങ്ങനെ വരയ്ക്കും? എക്സ് ആക്സിസും y ആക്സിസും വരയ്ക്കാം. ഇനി ഓരോ വാല്യൂ കൊടുക്ക്. അങ്ങനെ.
അപ്പൊ 2x is equal to y അല്ലേ? അപ്പൊ y എന്ത് കൊടുക്കണം? ഫസ്റ്റ് എക്സിന് 0 കൊടുക്കാം. അപ്പൊ എന്ത് വരും? y. When x is equal to 0, 2 into 0, y എന്ത് വരും? y also 0. ഇനി എന്താ? എക്സിന് 1 കൊടുക്കാം. അപ്പൊ 2 into 1 equal to y. y equal to എന്ത് കിട്ടും? y equal to 2. പോയിന്റ്സ് എങ്ങനെ വരും? ഫസ്റ്റത്തത് 0 0, രണ്ടാമത്തത് 1 2. ഗ്രാഫ് വരയ്ക്കാൻ അറിയില്ലേ എനിക്ക്? ബോർഡിൽ വരപ്പിക്കണം. വരയ്ക്കാൻ അറിയോ ഗ്രാഫ്? ബാക്കിലിരിക്കുന്ന ആൾക്ക് അറിയില്ല. ആ, ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മള് 2x is equal to y എന്നല്ലേ നമ്മുടെ, അതായത് ഫംഗ്ഷൻ 2x എന്ന് മാത്രം വന്നിട്ടുള്ളൂ. ആ 2x ഈക്വൽ ടു എന്ത് കൊടുക്കണം? y എന്ന് കൊടുക്കണം. എന്നിട്ട് ആദ്യം എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും? 2 into 0 which is equal to y. അപ്പൊ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 2 into 0 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ y എന്താ? 0. അപ്പൊ നമുക്ക് പോയിന്റ് എക്സും y ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. അപ്പൊ ഇവിടെ എന്താ പോയിന്റ്? 0 0. ഇനി അടുത്തത് x ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പൊ എന്താവും? 2 into 1 ഈക്വൽ ടു y. y എന്താവും? y ഈക്വൽ ടു 2. അപ്പൊ ആദ്യം നമ്മൾ ആരെ എഴുതണം? എക്സിന്റെ പോയിന്റ്, പിന്നെ y 2 1 2 കിട്ടി. ഈ 2 പോയിന്റ് വെച്ച് വരയ്ക്കാം ഗ്രാഫ്. എങ്ങനെ വരയ്ക്കും ഗ്രാഫ്? ഈ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ അടക്കണം? ആദ്യം ഗ്രാഫ് മാർക്ക് ചെയ്യാം അല്ലെ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ലേ പിള്ളേരെ ഗ്രാഫ് വരയ്ക്കാനൊക്കെ? ഇവിടെ എന്താ? 0 1 2 3 -1 -2 -3 -1 -2 -3 1 2 3. 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? ഇവിടെ വരും അല്ലെ? 1 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അല്ലേ വന്ന? ഇവിടെ വരും. എക്സിലോട്ട് 1 വൈന്ന് 2. അതാണ് 1 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാം ഗ്രാഫ്. എന്ത് ചെയ്താൽ മതി? സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യാം കേട്ടോ. സ്ട്രൈറ്റ് നെഗറ്റീവ് നമ്പർ കൊടുത്ത് ഇവിടെയുള്ള പോയിന്റും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നേരെ സ്ട്രൈറ്റ് സ്കെയിൽ പിടിച്ചിട്ട് അങ്ങ് വരച്ചോ. പക്ഷെ ഇത് ഇങ്ങനത്തെ ഗ്രാഫ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. അല്ലാത്ത എനിക്ക് പോയിന്റ് വെച്ച് കണ്ടുപിടിക്കണം. വരച്ച ഗ്രാഫ് വരച്ചാ? ഓ, അവള് പെട്ടെന്ന് മറ്റേ കൈ കൊണ്ട് വരച്ച്. അല്ല സ്കെയിലൊന്നും എടുത്തില്ലല്ലോ. ആ എടുക്കി. Show that the function f from R to R. Show that the function f from R to R defined as f of x is equal to x square is neither 1 1 nor onto. Is neither 1 1 nor onto. F of x is equal to x square is neither 1 1 or nor onto. അപ്പൊ ഇതെന്താ കാണിക്കേണ്ടത്? നമുക്ക് 1 1 അല്ല. ആ, അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നാ. ആ നടുക്കിരിക്കുന്ന ആള് പറയും. ആ, നീ തന്നെ. നീയല്ലേ എവിടെ നടുക്കിരിക്കുന്നത്? എന്താ ഫംഗ്ഷൻ? എന്താ ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? അതെന്ത് പരിപാടി കാണിക്കാം? ആർക്ക് പറയാം? എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഇവിടെയുള്ള സാധനങ്ങൾക്ക് അവിടെ എന്ത് വേണം? ഇമേജ് വേണം. നെഗറ്റീവ് 2ന്റെ നെഗറ്റീവ് 2ന്റെ സ്ക്വയർ എന്താ? 4. 2ന്റെ സ്ക്വയർ എന്താ? അപ്പൊ എഫ് ഓഫ് നെഗറ്റീവ് 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ആണല്ലേ. അപ്പൊ -2 the whole square is equal to 4. ഇനി എഫ് ഓഫ് 2ന്റെ ഇതാ, അത് എന്ത് തന്നെ വരുന്നുണ്ട്? 4 തന്നെ. അപ്പൊ ഇതൊന്ന് വരയ്ക്കുമ്പോ നമുക്ക് എന്ത് വരും? നെഗറ്റീവ് 2 ഇവിടെ ഉണ്ട്, 2 ഉണ്ട് അല്ലെ. ഇവിടെ ആരുണ്ട്? 4 ഉണ്ട്. അപ്പോ
ഇങ്ങനെ വന്ന ഫംഗ്ഷൻ ആയിരിക്കും അത്. -2നെ 2ന്റെ കണക്ട് ചെയ്തേക്കണ 4ലോട്ടല്ലേ, ഇത് ഫംഗ്ഷൻ ആവും. ഫംഗ്ഷൻ ആവുന്ന ഞാൻ ചോദിച്ചോ, 1 ഫംഗ്ഷൻ ആവോ? കാരണം എന്താ അല്ലാന്ന് പറഞ്ഞാല്? എന്താ കാരണം? എന്താ കാരണം എന്താ പറയുക? ഇത് ഫംഗ്ഷൻ അല്ലാത്തതിന്റെ കാരണം, 1 ഫംഗ്ഷൻ അല്ലാത്തതിന്റെ കാര്യം. ഫംഗ്ഷൻ ആണിത്. അതായത് യൂണീക്ക് ആയിട്ടുള്ള ഇമേജ് വരണം അല്ലെ. -2ന് ഒരു പേരാണെങ്കിൽ ഈ 2ന് വേറെ വരണം. അപ്പൊ ഇത് അതുകൊണ്ട് എന്തല്ല, 1 ഫംഗ്ഷൻ അല്ല, ഫംഗ്ഷൻ ആണിത് കേട്ടോ. ഇത് ഓൺ ടു ആണോ? എന്നാ നീ പറ എന്താ അല്ല. ഓൺ ടു അല്ല എന്നാ പറഞ്ഞേക്കണം. പറ ഓൺ ടു അല്ല. അപ്പൊ ഒരു എക്സാമ്പിൾ പറയനി. പറഞ്ഞാൽ മതി, ചെയ്തിട്ട് വന്നാൽ മതി. ഇല്ലല്ലോ. ഇമാജിൻ നമ്പറിലോട്ട് പോകണ്ട നിങ്ങൾ കഷ്ടപ്പെട്ട്. ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എന്താ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ? കോഡൊമൈൻ. അപ്പൊ കോഡൊമൈൻ എന്ന് പറയുന്നത് റേഞ്ച്. അപ്പൊ അതായത് നമ്മുടെ മാപ്പിംഗ് പോയേക്കാം, അതറിയാല്ല. അപ്പൊ ഈ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, വൈയിലുള്ളതല്ലേ. ഈ -2നൊരു പ്രീ ഇമേജ് ഇപ്പുറത്ത് ഉണ്ടാവോ? ഇവിടെ ഒരു -2, അതായത് ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ നെഗറ്റീവ് നമ്പർ വരുമോ? റിയൽ നമ്പറിന്റെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ -2 വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുത്താൽ മതി? The -2 belongs to capital Y, has no pre-image, so it is not owned. മനസ്സിലായ? ഇനി എക്സസൈസ് 1.2 എടുത്ത് 1.2 1 കേട്ടോ. ഫസ്റ്റ് എന്തെറ്റി ടെക്സ്റ്റ് വേണം. എനിക്ക് ഞാൻ ഈ ടെക്സ്റ്റ് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു. മാറിയില്ലേടാ നിന്റെ പല്ല് വേണം? എന്നാണ് വെച്ചത് ക്ലിപ്പ്? First one.
ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. sorry. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ട? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എഴുതുക. ഇറ്റ് സിംപ്ലൈസ് ദാറ്റ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പ്രൂവ് ചെയ്യണം. എപ്പോഴും ഫംഗ്ഷന്റെ ഡൊമൈനും കോഡൊമൈനും നോക്കിയിട്ട് വേണം. ഓൺ ടു ചെക്ക് ചെയ്യുമ്പോൾ അത് വേണം. 1 ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആദ്യത്തെ എങ്ങനെ പ്രൂവ് ചെയ്തത്? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു അസ്യൂം ചെയ്താ. എഫ് ഓഫ് എക്സ് വൺ എന്താ? 1/x1 ഈക്വൽ ടു 1/x2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലേ ഇത്? അല്ലെങ്കിൽ x1 ഈസ് ഈക്വൽ ടു x2 പ്രൂവ് ചെയ്തില്ലേ? അപ്പൊ ഇതെന്താ? 1 1 ആണ്. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ പറഞ്ഞേക്കണ? അപ്പൊ ഓൺ ടു വന്ന് കാണിക്കാൻ ഫസ്റ്റ് എന്താ ചെയ്യണ്ട? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y. അപ്പൊ എന്ത് വരും? 1/x ഇസ് ഈക്വൽ ടു 1/x എവിടെയുള്ള എലമെന്റാ? 1/x. അതായത് എഫ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? R to R. 1/x എന്ന് പറയുമ്പോ എന്ത് നമ്പറാ? ഫ്രാക്ഷൻ നമ്പർ അല്ലേ? അപ്പൊ അത് ആറിലുണ്ടോ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത്? ഓൺ ടു ആണ്. 1/x is belongs to R, which implies that എന്താണ്? F is on. അപ്പോ ഈക്വൽ നമ്പർ 1/x നെ ഇതാക്കിയതാ. അപ്പോ x നെ കമ്പയർ ചെയ്യുമ്പോൾ y നെ കൊണ്ടുപോയാൽ എന്താ? ആ, അപ്പൊ അങ്ങനെ ചെയ്യും. അതായത് ഇങ്ങനെ 1/y ഈക്വൽ ടു X. എക്സ്. ആ, അപ്പൊ 1/y ഇവിടെ വേണം. ആറിലൊരു 1/y വേണം. അതിലോട്ട് എങ്ങനെ? F of x equal to y. Y belongs to R. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു So y Ah. belongs to R. ആ, അങ്ങനെ 1/x equal to y, x equal to 1/y. Since y belongs to R, 1/y also belongs to R. അങ്ങനെ ചെയ്യണം. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഇത് ഇങ്ങനെയായിരുന്നു പ്രൂവ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഈ ഒരു എലമെന്റ് 1/x എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധനമാണ്. അതുകൊണ്ട് എന്താണത്? ഓൺ ടു ആണ്. ഇനി അടുത്തത് ഇതേ സെയിം സാധനം തന്നെ എഫ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു ആർ തന്നെ. എഫ് ഫ്രം എവിടെന്നാ? അത് 1 1 ഓൺ ടു ആണെന്ന് കാണിച്ചേ. 1 1 ആണല്ലോ. ഓൺ ടു ആണോ? കാരണം എന്താ? ആ, മനസ്സിലായത്? എന്താ മനസ്സിലായത്? ആര്? ആ, അതായത് y 1. ഇതെന്താ ഓൺ ടു ആവാത്തതിന്റെ കാരണം? ഇപ്പൊ നമ്മൾ ചെയ്തത് ഓൺ ടു ഈ ഒരു ഇതിൽ വരുമ്പോ ഓൺ ടു അല്ല. കാരണം എന്താ? ആ, എവിടെ? ഫസ്റ്റ് ഇല്ല. 1/x എവിടെ ബിലോങ് ചെയ്യാനില്ലെന്ന്? ആ, നാച്ചുറൽ നമ്പറിൽ ബിലോങ് ചെയ്യാനില്ല. അതുകൊണ്ട് അതെന്തല്ല? ആ, 1 1 Function on the 1 1 ആണ് ഈ ഫംഗ്ഷൻ. പക്ഷെ ഓൺ ടു അല്ല.
സിക്സ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ അകത്ത് അതൊന്ന് വരയ്ക്കണം കേട്ടോ ഗ്രാഫിക്കലി. വരച്ചിട്ട് വേണം എന്താ കാണിക്കേണ്ടത്, 1 1 ആണെന്ന് മാത്രം കാണിച്ചാൽ മതി. കെമിസ്ട്രി ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കാറുണ്ടോ? ടെക്സ്റ്റ് നോക്കി അതെന്താ ചെയ്യണ്ട, 1 1 ആണെന്ന് കാണിക്കണം. ആദ്യം അതിന്റെ ഗ്രാഫിക്കലൊന്ന് വരച്ചേ. അതിന്റെ പിക്ചറായിട്ട് അതാ ഗ്രാഫിക്കലല്ലേ നമ്മൾ ഇങ്ങനെ വരയ്ക്കണ. എന്താ പറയണ, സെറ്റ് വല്ല വരച്ചിട്ട് മാപ്പ് ചെയ്ത് വരയ്ക്കില്ലേ, ഡയഗ്രാം. നീ എന്താ ഫംഗ്ഷൻ അവര് തന്നിട്ടുണ്ട് മാപ്പിങ്. അത് വരച്ച് കാണിച്ചാൽ മതി. ജസ്റ്റ് 1 1 അല്ലേ വരച്ചപ്പോ? അതല്ല, ഇതുപോലെ 1 1 ആണ് ഈ ഫംഗ്ഷൻ. 1 4 2 4 3 6 അല്ലേ? അപ്പൊ ഈ വരച്ചേക്കണ എന്താ? 1 4 ഓക്കെ, 2 4 അത് മര്യാദക്ക് വരച്ച് ഇവിടെ എവിടെ മാപ്പിംഗ് എങ്ങനെ വരച്ച? 1 4 2 5 ആയിരുന്നു ഇതിപ്പോ തെറ്റിപ്പോയതാ. 1 4 ഓക്കെ 2 5 3 6 അത് കാണുമ്പോ തന്നെ മനസ്സിലായില്ലേ 1 1 ആണ്. 2 5 ആയിരുന്നു, നീ എഴുതിയത് തെറ്റിപ്പോയതാ. ഇവിടെ വരച്ചാ 1 1 ആണോ ഫംഗ്ഷൻ? എന്താ എവിടെ 5 ആയിരുന്ന? 5 ഉം 4 ഒക്കെ ഒരേപോലെ ഇരിക്കണല്ലോ. വരച്ചില്ലേ അത്? അടുത്ത 7th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് എന്താണ് ചിരിക്കണ? പല്ലുവേനായിട്ട് ചിരിക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആണോ? എഴുതാൻ പറ്റുമോ ബോർഡിൽ വന്ന്? f from R to I is divided by f of x is equal to 3 minus 4x. നമുക്ക് കാണിക്കേണ്ടത് 1 1 ആണോ, ഓൺ 2 ആണോ, ബൈജക്റ്റീവ് ആണോ, ജസ്റ്റിഫൈ യുവർ ആൻസർ. f from R to R defined by f of x is equal to 3 minus 4x. 1 1 ഓൺ 2 ബൈജക്റ്റീവ് ആണോ? സ്റ്റേറ്റ് വെദർ എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ആണെങ്കിൽ ജനറലൈസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സാമ്പിൾ. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായില്ലല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? തുടങ്ങിയ നിങ്ങൾക്ക് എത്ര? നിങ്ങൾ നേരത്തെ വന്നോ? അല്ല, ഇവിടെ നേരത്തെ വന്നോ? എത്ര മണി? നിങ്ങളുടെ ക്ലാസ് തുറന്നിട്ടില്ല അല്ലേ? തുറക്കുമ്പോ
ചെയ്താ ഫസ്റ്റ് പാർട്ട് മാത്രം ചെയ്താൽ സെക്കൻഡ് പാർട്ട് ഹോം ആണോ? ഇതെന്താ എഴുതി വെച്ചേക്കണ നീ? എക്സ് ആണോ നിന്റെ? ഇത് ഈ മൈനസ് അപ്പുറത്തോട്ട് പോകുമ്പോ മൊത്തത്തിൽ മൈനസ് ആവും, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ മാത്രമേ മൈനസ് വരുള്ളൂ? അത് മൊത്തത്തിലുള്ള മൈനസ് ആണ്, അല്ലെങ്കിൽ അതിന് മൊത്തത്തിലുള്ള മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ? ആ എന്തായി 1 1 ആണോ? 1 1 ആണോ ഫംഗ്ഷൻ? ഓൺ ടു ആണോ? ഓൺ ടു ആണോ? അപ്പൊ ജനറലൈസ് ചെയ്തി. ആ ജനറലൈസ് ചെയ്താ എങ്ങനെയാ ജനറലൈസ് ചെയ്ത് പറഞ്ഞേ? സ്റ്റെപ്പ് പറ. നീയല്ല നിന്റെ പുറകെ ഇരിക്കണം. 1 1 ആണെന്ന് കാണിക്കാൻ അറിയാലോ. ഓക്കെ, ഓൺ ടു എന്ന് പറ. സ്റ്റെപ്പ് പറ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ 3 minus 4x is equal to y minus 4x is equal to y minus 3 x equal to minus 4. ആ മൈനസ് 4 നമുക്ക് മുകളിലോട്ടാക്കി എഴുതാം. അപ്പൊ ഇതെങ്ങനെ എഴുതാം നമുക്ക്? 3 minus y by 4. ഇത് ആറിലുള്ള എലമെന്റ് ആയിരിക്കോ? അല്ലെ? ആണല്ലോ. വിച്ച് ഇസ് ബിലോങ്സ് ടു ആ അല്ലെങ്കിൽ കോഡൊമൈൻ. അതുകൊണ്ട് എന്താന്ന് പറയാ ഇത്? ഓൺ. ചെയ്ത എല്ലാരും? ഇനി 9th ക്വസ്റ്റ്യൻ നോക്കിക്കേ. നയൻത് ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ്? എഫ് ഫ്രം എൻ ടു എൻ ഇസ് ഡിഫൈൻഡ് ബൈ. എനിക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോ. is defined by f of n is equal to n plus 1 by 2 if n is odd. N by 2 if n is even. അപ്പൊ രണ്ട് ഫങ്ഷൻസ് ആണ് ഓഡ് നമ്പറിന് ഈവൻ നമ്പറിനായിട്ട് കൊടുത്തേക്കണം. അപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിലും എന്താന്ന് കാണിക്കണം? എന്ത് കാണിക്കാനായിട്ട് പറഞ്ഞേക്കണം? സ്റ്റേറ്റ് വെദർ ദ ഫംഗ്ഷൻ ഇസ് ബൈജക്റ്റീവ്. ജസ്റ്റ് ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ ഫംഗ്ഷൻ. അപ്പൊ ഓരോന്നിന്റെ അടുത്ത് ഇഫ് എൻ ഈസ് ഓഡ് എന്നാണെങ്കിൽ ഈ ഫംഗ്ഷൻ എടുക്കുക, അത് 1 1 ആണെന്ന് കാണിക്കാം. അടുത്തത് ഇഫ് എൻ ഈസ് ഈവൻ എന്ന് എടുക്കുക, എന്നിട്ട് ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് കാണിക്കണം. അപ്പൊ ആണെങ്കിൽ ഇഫ് എൻ ഈസ് ഓഡ് ഫംഗ്ഷൻ എന്തായി മാറും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് 1 by 2. ഇനി അത് 1 1 ആണെന്ന് കാണിക്കും. മനസ്സിലായില്ല? മനസ്സിലായ? ആ ഇവിടെ ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഇവിടെ എന്നും കൊടുത്തേ. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് മാറ്റിക്കോ, അല്ലെങ്കിൽ എഫ് ഓഫ് എന്നും കൊടുക്കാം കേട്ടോ.
ചെയ്താ 1 1 ആന്ന് കിട്ടിയ. അതിപ്പോ നമ്മൾ ഓടിന്റെ കാര്യമല്ലേ പറഞ്ഞത്, ഇവന്റെ കണ്ടുപിടിക്കാതല്ലേ. ഇഫ് n is even ആണെങ്കിൽ അത് 1 1 ആന്ന് കാണിക്കണേ. ചെയ്താ 1 1 ആന്ന് കാണിച്ചാ. എന്നോട് n even ആണെങ്കിലോ, ഇഫ് n is odd ആണെങ്കിൽ 1 1 ആന്ന് കാണിച്ച്. എഫ് n even ആണെങ്കിലുള്ള കാര്യം n/2 1 1 ആന്ന് കാണിക്കണം കേട്ടോ. രണ്ടും കാണിച്ചാ. ഇത് എഫ് n ഈവൻ ആണെങ്കിലുള്ളതാണ്. അതെവിടെ ഓട് 1 1 ആണ്. ബജക്റ്റീവ് ആണോ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോ എന്തോ n ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത്, ഇവന്റെ ഫംഗ്ഷൻ ഇവിടെ ഏതാന്ന് എഴുതിയേക്കണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചേക്കണം. അതായത് ഇവന്റെ ഫംഗ്ഷൻ ഇത് n ഓഡ് നമ്പർ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആണ് എന്ത്, n/2. ഒന്ന് എഴുതിയല്ലോ അവിടെ. അപ്പൊ ഇനി നമ്മൾ ഇത് ഓടാണെങ്കിലല്ലേ, ഓടാണെങ്കിൽ ഉള്ളത് ഇപ്പൊ പ്രൂവ് ചെയ്ത്. ഇനി n ഇവൻ ആണെങ്കിൽ എന്ത് വരും, ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യണം. f of x n/2 വരെ ഓടാം. കറക്റ്റ് അല്ലേ? ഏത് വാല്യൂ 1 to 1 1 ആണല്ലേ പറഞ്ഞത്? നോക്ക്, ആലോചിച്ച് നോക്ക്. വൺ വൺ ആന്ന് പ്രൂവ് ചെയ്തില്ലേ രണ്ടും. ഇനി ഓൺ ടു ആണെന്ന് വെച്ചേക്കണം. നിങ്ങൾ 1 ഉം 2 എടുത്തേ. 1 2 എന്ത് നമ്പേഴ്സ് ഒക്കെ? 1 ചെക്ക് ചെയ്യാനാ പറഞ്ഞേക്കണം. അല്ല ചെക്ക് ചെയ്യാനല്ലേ, സ്റ്റേറ്റ് വെതർ എന്നല്ലേ പറഞ്ഞേക്കണം. സ്റ്റേറ്റ് വെതർ എന്നാ പറഞ്ഞേക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം പ്രൂവ് ചെയ്യാൻ കേട്ടാ. 1 ഉം 2 എടുത്ത് നമ്മള്. 1 എന്ത് നമ്പറാ? അതെനിക്കറിയാം, ഓടാണ് ഇവനാണെന്ന് ചോദിച്ചാ. ഓടാ. അപ്പൊ നമ്മൾ ഏത് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കും ഇവിടെ? അപ്പൊ ഈ ഒരു ഫംഗ്ഷനിലാണ് ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വരും? 1 + 1/2 എന്ത് വരും? 2/2 = 1. ഓക്കെ. ഇനി എഫ് ഓഫ് 2 ആണെങ്കിലോ, f2 ആണെങ്കിൽ ഇവനാണ്, എന്ത് വരും? n/2. അപ്പൊ 2/2 എന്ത് വന്ന്? 1 വന്ന്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങക്ക്? ഇനി ഇതൊന്ന് ഗ്രാഫിക്കിലൊന്ന് വരച്ചു നോക്കിക്കേ. ഗ്രാഫിക്കിലൊന്ന് വരച്ചു നോക്കാനിത്. 1 ഉം 2 ഉം ബിലോങ്സ് ടു ദ ഡൊമൈൻ. 1 ഉം 2 ഉം ഡൊമൈനിലുള്ള ആൾക്കാരാ അല്ലേ? നിങ്ങൾ ഇവിടെ അപ്പൊ ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോ അതിന് എന്ത് ഇമേജ് തന്നെ? 1 നും 2 നും എന്ത് ഇത് തന്നെ? സെയിം ഇമേജ് തന്നെ. ഇനി 2 എടുത്ത് നോക്കിക്കേ. ഇതുപോലെ വേറെ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോ ഇതുപോലെ തന്നെ വരുന്നുണ്ടാന്ന് നോക്ക്. ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്തെ ഒരു പ്രീ ഇമേജ് ഉണ്ടാന്ന് നോക്ക്. ഉണ്ടാ? എല്ലാത്തിനും വരുന്നുണ്ടോ? വരിയായിരിക്കും. 3 ഇടുമ്പോ എന്ത് വരും? ഇവിടെ 3 ആണെങ്കിൽ 3ക്ക് ഇപ്പുറത്തേക്ക് എന്താവും? അപ്പൊ നിങ്ങളൊന്ന് ഇട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. നേരത്തെ നമ്മൾ ചെയ്തില്ലേ, f of x = y ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. അതായത് f of x = 3 ആണ്. അപ്പൊ 3 ആണെങ്കിൽ ഇവിടുത്തെ ഏത് ഫംഗ്ഷൻ ആയിരിക്കും? ഇതാണോ? അപ്പൊ n + 1/2 = 3. അപ്പൊ n എന്താവും? n = 5 അല്ലേ? n = 5 വരും. അങ്ങനെ ഏതെങ്കിലും ഒരു പോസിബിലിറ്റിയിൽ 1 1 ആവാണ്ട് വരുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഇൻജക്ട് ചെയ്യുന്ന പറഞ്ഞേക്കണം. f is not 1 1 ഇത് വെച്ച് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോ f എന്തല്ല? 1 1 അല്ല. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്ത്, അപ്പൊ നിങ്ങൾ പ്രൂവ് ചെയ്തപ്പോ ഒന്നും വന്നില്ല, തെറ്റൊന്നും വന്നില്ല.
നിക്കട്ടാ ക്വസ്റ്റ്യൻ എന്താ നോക്കട്ടെ. Contradiction. This function cannot be defined. എന്താടാ? Function cannot be defined. അപ്പൊ എന്താ സംഭവം? നമ്മള് ഇങ്ങനെ ഇട്ട് നോക്കിക്കഴിഞ്ഞാ നിങ്ങൾ ആ ജനറലൈസ് ചെയ്തപ്പോ അവിടെ തെറ്റൊന്നും വന്നില്ല. 1-1 അല്ലാന്ന് കിട്ടി നമുക്ക്. 1-1 അല്ലാന്ന് ഇപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് കിട്ടി. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം ജനറലൈസ് ചെയ്താ. ഇപ്പൊ ഡയറക്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടാ. ചെക്ക് വെതർന്ന് സ്റ്റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് അവര്. സ്റ്റേറ്റ് വെതർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ് വെതർന്ന് കൊടുത്താൽ നമ്മൾ എക്സാമ്പിൾ ഇട്ട് ആലോചിച്ചിട്ട് വേണം 1-1 ആണെന്ന് പ്രൂവ്. 1-1 ആണെന്ന് 1-2 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സാമ്പിൾ ഇട്ട് നോക്കണം. അല്ലാണ്ട് ഡയറക്റ്റ് പ്രൂവ് എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടാ. അപ്പൊ ഇവിടെ വരുന്ന ഒന്നായിരിക്കും the elements 1 and 2 belongs to the domain of the elements 1 and 2 belongs to the domain of F. ആ പ്രൂവ് ചെയ്ത് വെച്ചൊക്കെ വെട്ടിക്കോട്ടാ. The elements 1 and 2 belongs to the domain of F have the same image 1 in its codomain. The elements 1, 2 belongs to domain of F have the same image 1 in its codomain, which implies that F is not 1-1. നിലത്തേക്കാണ് അവിടെ പോയത്. ഇനി F on2 ആണോ? on2 എല്ലാ ഇപ്പുറത്തുള്ള എല്ലാ ഇമേജിനും ഒരു പ്രീ ഇമേജ് കാണില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് എന്താ F on2 ആണ്. പക്ഷെ ഇത് എന്തല്ല, ബൈജക്റ്റീവ് അല്ല. കാരണം എന്താ 1-1 അല്ലാത്തതുകൊണ്ട്. അടുത്തേക്ക് എവരി മെമ്പർ ഓഫ് കോഡൊമൈൻ ഹാസ് പ്രീ ഇമേജ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. Every member of codomain has pre-image in its domain, which is implies that F is on2. Which is implies that the short form is which is implies that F is on2. Thus, F is not 1-1, but it is on2, which is implies that F is not bijective. Which is implies that F is not bijective. അടുത്ത 11th ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചേ. എന്താടാ സമയമായോ? പിന്നെന്താ നീ ചോദിക്കണമെങ്കിൽ അതേ ചോദിക്കുള്ളൂ എന്ന് എനിക്കറിയാതെ ഞാൻ ചോദിച്ച. F from R to R is defined as f of x is equal to x raised to 4. Choose the correct answer കേട്ടോ. 11th and 12th എഴുതണ്ട. 11th എന്ന് മാത്രം ഇട്ടാ മതി. Okay, x raised to 4. Choose the correct answer. Okay, f of x is equal to x raised to 4 ആന്നേക്കണം. നമുക്ക് എന്താ 1-1 ആണോ on2 ആണോ ചെക്ക് ചെയ്യാനാ പറഞ്ഞേക്കണം. 1-1 ആണോ? കാരണം എന്താ നീ പറയണ്ട, ബാക്കിലിരിക്കുന്ന ആള് പറ. f of x is equal to x raised to 4.
ഈ ഫംഗ്ഷൻ 1 1 അല്ല. അതെന്താ? എഫ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ആർ ടു ആർ. അറിയോ? ഇത് 1 1 അല്ല എന്ന് പറയണം. നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നോക്ക്. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ നെഗറ്റീവും വരും പോസിറ്റീവും വരും. അതുകൊണ്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തിനെങ്കിലും സെയിം ഇമേജ് വരും. 1 1 എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജ് വരണം. 1 ഇട്ട് കൊടുക്കുമ്പോ എന്ത് വരും? 1 വരും. പിന്നെ എഫ് ഓഫ് 1 എന്താ? 1 തന്നെ. എന്താണ് 1 1 അല്ലാത്തത്? ഇത് അതായത് ഇവിടെ എന്ത് പറയും? ഇവിടെ എന്തിട്ട് കൊടുക്കണേന് ആലോചിച്ച് നോക്ക്. എഫ് ഓഫ് 1 എന്താ? 1 1 അല്ലെന്നല്ലേ? ഫംഗ്ഷൻ അല്ലേ ഇത്? എന്താ 1 1 അല്ലാത്ത? 1ന്റെ ഇമേജ് 1. ഇനി അടുത്ത ഏത് നമ്പർ ഇട്ട് കൊടുക്കണ്ടേ? 2 ഇട്ട് കൊടുക്കുമ്പോ എന്താ കിട്ടണ? 2⁴ എത്ര കിട്ടും? 16 അല്ലേ? അപ്പൊ അതിന് വേറെ ഇമേജ് അല്ലേ? പിന്നെന്താ 1 1 അല്ല എന്ന് പറഞ്ഞത്? ഇതിൽ തന്നെ ഉണ്ട് ആൻസർ. ഇന്ന് ആലോചിച്ച് നോക്ക്. റിയൽ നമ്പർ ടു റിയൽ നമ്പറാ. പറയാമോ ആർക്കെങ്കിലും? -1 ഇട്ട് കൊടുക്കുമ്പോ എന്ത് വരും? 1 തന്നെ വരും. അപ്പൊ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോ -1നും 1നും സെയിം ഇമേജ് 1 തന്നെ വരും. ഇതെന്ത് ഫംഗ്ഷൻ അല്ല? 1 1 അല്ല. ആലോചിക്കണം കേട്ടോ. ഇങ്ങനെ ഇനി അടുത്ത് അവര് ചോദിച്ചേക്കണം ഇതിന്റെ ഏത് ഓപ്ഷൻ ഓൺ ടു ആണോ നോക്കണ്ടേ? ഓൺ ടു ആണോ അത്? കാരണം അതായത് ഇവിടെ നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താ എന്ത് വരില്ല? അതിനൊരു പ്രീ ഇമേജ് കിട്ടൂല. അപ്പൊ ഇത് എന്ത് മാത്രമാ? അപ്പൊ ഓപ്ഷൻ ഏത് വരും അതിന്റെ അകത്ത്? എഴുതറാ 11th ക്വസ്റ്റിന്റെ ഓപ്ഷൻ ഡി അല്ലേ? അവിടെ തന്നെ മാർക്കേ. ഇനി അടുത്ത നോക്കിക്കേ. സമയം എത്രയാടാ? എന്താ അതിന് മാത്രം എല്ലാരും ഒരുമിച്ച് ആൻസർ പറഞ്ഞു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x. എഫ് ഫ്രം 1 1 ആണോ? പല്ല് പാടില്ലാത്തവൻ പറ. ഇത് പറയാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. 1 1 ആണോ? ആണോ? ഓൺ ടു ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആണോ? അപ്പൊ ഓപ്ഷൻ ഏത് വരും അതിന്റെ അകത്ത്? ഓക്കെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എന്താ? ഇവിടെ എയും ബിയും തന്നിട്ടുണ്ടല്ലേ? ഫ്രം എ ടു ബി ആണ്. ഈ 6 മൈനസ് പിന്നെന്താ പറഞ്ഞേക്കണേ അവര്? സെറ്റ് 3 എന്ന് വെച്ചാൽ എന്താ? റിയൽ നമ്പറിൽ നമ്മൾ 3 എന്ന് പറഞ്ഞ എലമെന്റിനെ മാറ്റണം. 3 ഇല്ല അവിടെ. അതാ ഉദ്ദേശിച്ചേട്ടാ. ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? എഫ് ഫ്രം എ ടു പി. പിന്നെന്താ എ എന്ന് പറഞ്ഞ സെറ്റ് എന്താ? r മൈനസ് 3. അപ്പൊ റിയൽ നമ്പറിൽ നിന്ന് 3നെ മാറ്റുന്നതാണ് നമ്മുടെ എയുടെ സെറ്റ്. ബി എന്താ? r മൈനസ് എന്താ? സെറ്റ് 1. അപ്പൊ 2 3 അങ്ങനെ അങ്ങ് പോകും. എ വേറെ സെറ്റ്, ബി വേറെ സെറ്റ്. എന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാനാ പറഞ്ഞേക്കണ? ഈസ് 1 1 and on to justify your answer.
നമ്മൾ സാധാരണ ചെയ്യണ പോലെ എഫ് ഓഫ് എക്സ് വൺ കണ്ടുപിടിക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എന്നിട്ട് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു കിട്ടണ്ടെന്ന് നോക്കിക്കേ. മഴ നിന്നല്ലേ ചെയ്താ, പിന്നെന്താ ആലോചിച്ചിരിക്കുന്ന? ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കണോ? ഇത് മറ്റേതുപോലെ തന്നെ 1 1 ആണെന്ന് കാണിക്കാൻ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. നോക്കട്ടെ, മടിയായിട്ടിരിക്കണേന്ന് പറ. കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഓടാല്ലാന്ന് വിചാരിച്ചിരിക്കണല്ലേ. ചെയ്യടാ, എന്താ മടി? നാളെ മുതൽ നിന്നെ ഫ്രണ്ടിൽ ഇരുത്താട്ടാ, അപ്പൊ നിന്റെ മടി മാറിക്കോളും. ഇവിടെ ഇരുന്നാ മതി കേട്ടാ. എന്തായി? ക്രോസ് മൾട്ടിപ്ലൈ. എന്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യട്ടാ? എക്സ് വൺ മൈനസ് ടു ബൈ എക്സ് വൺ മൈനസ് ത്രീ. എക്സ് വൺ മൈനസ് ടു ബൈ എക്സ് വൺ മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് 2 by x2 minus 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കട്ട് ചെയ്ത് കളയുക, ഫൈനലൈസ് ചെയ്യുമ്പോൾ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു കിട്ടുന്നുണ്ടെന്ന് നോക്കുക. കിട്ടിയ ചെയ്താ? നോട്ടോ ആണെന്നൊന്നും ആരും ആലോചിക്കുന്നല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അത് വെറുതെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ ബോർഡിൽ എടുത്ത് ചെയ്യിക്കോട്ടാ. ഓൺ ടു ആണെങ്കിൽ ആ പ്രൂവ് ചെയ്യാനുള്ള സാധനം ചെയ്ത് വരുമ്പോ ലാസ്റ്റ് ആ എലമെന്റ് എങ്ങനെ വരുന്നുണ്ട് നോക്ക്. നമ്മൾ നേരത്തെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നിട്ട് തന്നെ ചെയ്തോ നിങ്ങള്. ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. ഇവൻ ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് അതുകൊള്ള അതെങ്ങനെ നീട്ടിക്കളഞ്ഞ ഓൺ ടു ആണെന്ന് കാണിക്കാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതുക. എന്നിട്ട് ആ വൈയുടെ എലമെന്റ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇരുത്തി. അത് നമ്മുടെ എയിൽ വരുന്നുണ്ടാന്ന് നോക്കാം. കാരണം നമ്മൾ നേരത്തെ എങ്ങനെ നോക്കിയത്? രണ്ട് കോഡൊമൈനിൽ വരുന്നുണ്ടെന്നല്ലേ നോക്കിയത്? കോഡൊമൈൻ എലമെന്റ്സ് ഡൊമൈനിൽ വരുന്നുണ്ടോ, മാപ്പ് വരുന്നുണ്ടെന്നല്ലേ നോക്കിയത്? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ എയിൽ വരുന്നുണ്ടാവും. ഇവിടെ വരുമ്പോ y ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കും. എക്സ് ഈക്വൽ ടു എന്ത് വന്ന് 3y മൈനസ് 2 അതാണോ വന്ന? എക്സ് ഈക്വൽ ടു 3y മൈനസ് 2 അല്ലെ? ബൈ മൈനസ് 1 ആണോ? y മൈനസ് 1 അല്ലേ? ഇങ്ങനെയാണ് കിട്ടിയത് നിങ്ങക്ക്? അവനതെല്ലാം കിട്ടിയിരിക്കണേ, ഫസ്റ്റ് ഇരിക്കണവന്. നീ തന്നെ തിരിയണ്ട. അവനത് ചെയ്തിട്ടേ ഇല്ല, അതാ മുഖം കണ്ടറിയാം. എന്താ ചെയ്യാത്ത നോക്കിക്കേ. ആദ്യം നമ്മള് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്ത് എന്നിട്ടാണ് ഈ സ്റ്റെപ്പിലോട്ട് എത്തിയ. ഇത് നമ്മൾ എക്സ് ഈക്വൽ ടു കണ്ടുപിടിച്ച്. എക്സ് ഈക്വൽ ടു കണ്ടുപിടിച്ചപ്പോ നമുക്ക് എന്താ കിട്ടിയ? ഇത് കിട്ടി. ഇനി ഇത് എന്തിലുണ്ടാന്ന് നോക്കണം നമുക്ക്. ഇതിപ്പോ ഫ്രാക്ഷൻ ആണല്ലേ, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാ ഇവിടെ വൈയുടെ വാല്യൂ
1 വരാൻ പറ്റില്ല. 1 വന്നാൽ എന്താവും? അത് 0 ആയി പോവും, നോട്ട് ഡിഫൈൻഡ് ആയി പോവും അല്ലെ. അപ്പോ ഇത് 1 on 2 ആയിരിക്കോ? നോക്കിക്കേ, നമ്മുടെ ബി എന്ന് പറഞ്ഞ സെറ്റില് എന്തെന്നാ സെറ്റ് വന്നേക്കണം? 1 ഇല്ല. 1 ഉണ്ട് ആ സെറ്റില്? ഇല്ല. ഇവിടെ 1 വന്നിരുന്നെങ്കിൽ എന്താണ്? അങ്ങനെ on 2 അല്ല എന്ന് പറയാം നമുക്ക്. പക്ഷെ ഇവരുടെ സെറ്റ് വൈയുടെ സ്ഥാനത്ത് 1 വന്ന രണ്ടും 1 -1 0 വരും. പക്ഷെ നമ്മുടെ സെറ്റിൽ എന്താ പറഞ്ഞേക്കണം? 1ന് പ്രീമേജ് ഇല്ല. കാരണം 1 ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അതിന്റെ കാര്യം നോക്കണ്ടെന്നാ പറഞ്ഞേക്കണം. അതുകൊണ്ട് ഇതെന്താ മനസ്സിലായോ നിങ്ങക്ക്? പറഞ്ഞോ, ഒന്നുകൂടി പറയണോ? ഓക്കെ, 6 എന്ന് പറയണത് ഇതാണ് എ അല്ലെ. റിയൽ നമ്പേഴ്സിൽ ഈ എയിൽ ആരില്ല? 3 ഇല്ല. അപ്പൊ 1 2 3 വേണ്ട, 4 5 അങ്ങനെ വന്നേക്കണം. ഇവിടെ ആരില്ല? ബി ഈക്വൽ ടു 1 ഇല്ല അവിടെ. അപ്പൊ 2 3 4. നമ്മളിപ്പോ കണ്ടുപിടിച്ച എക്സ് ഈക്വൽ ടു എന്ത്? എക്സിന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ ഇവിടെ എവിടെ വരും? ഇതിൽ വരും, ഇതിൽ വരും. എക്സിന്റെ വാല്യൂ എവിടെ വരുന്നത്? ഇതിലായിരിക്കും വരണം. വൈയുടെ വാല്യൂ ഇവിടെ. അപ്പൊ ഇവിടെ വൈയുടെ വാല്യൂ 1 വന്നിരുന്നെങ്കിൽ എന്തായി പോയാനെ? ഡിവൈഡഡ് ബൈ 0 വന്നാണ്. അപ്പൊ എന്ത് പറ്റും? നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അപ്പൊ വൈയുടെ വാല്യൂ 1 വന്നിരുന്നെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെയുള്ള വൈകളെല്ലാം ഉണ്ടാ? ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? on 2 ആണ്. മനസ്സിലായ? നോട്ടിഫൈഡ് ആക്കരുത്, നോട്ടിഫൈഡ് വരാൻ പാടില്ല. ഇവിടെ വൈയുടെ വാല്യൂ 1 വന്നെങ്കിൽ നോട്ടിഫൈൻഡ് ആയാനെ. അപ്പൊ ഇവിടെ വൈക്ക് 1 ഉണ്ടാ? 1 ഇല്ല ഇവിടെ സെറ്റിൽ. അതുകൊണ്ട് ഇതെന്താണ്? on 2 ആണ്. ഇനി ഇതേ സമയത്ത് ഞാൻ ഇത് വെറുതെ R2 R എന്ന് എഴുതിച്ചിട്ടുണ്ടെങ്കിലാ on 2 അല്ലാണ്ടാവും. കാരണം എന്ത്? വൈയുടെ വാല്യൂ 0, വൈയുടെ 1 വരാല്ല. അപ്പൊ ഇതെന്തായി മാറും? 0 ആയിട്ട്. മനസ്സിലായ? നിനക്ക് മനസ്സിലായില്ല? ഇവിടെ നോക്ക്, നിങ്ങൾ ഈ വൈയും എക്സ് ഒക്കെ എവിടെ കിടക്കണേന്ന് ഫസ്റ്റ് ഇമാജിൻ ചെയ്യണം. എക്സ് എവിടെ കിടക്കണ? എക്സ് ഇവിടെ കിടക്കണേതാ? എക്സ് ഇതിലെ എവിടെ കിടക്കണ? ഈ എയില്. വൈ എവിടെ കിടക്കണ? ഇവിടെ. ഇവിടെ y -1 എന്ന് പറഞ്ഞില്ലേ? റിയൽ നമ്പർ ആയതുകൊണ്ടിട്ട് റിയൽ നമ്പറിൽ 1 വരുമല്ലോ. അപ്പൊ ഈ ഞാൻ വൈക്ക് ഇവിടെ എന്തായാലും ഇതിപ്പോ ഞാൻ സെറ്റ് ചെയ്തേക്കണേ. ശരിക്കും റിയൽ നമ്പർ ആണെങ്കിൽ 1 ഉണ്ട് അവിടെ, പക്ഷെ ഇതിൽ 1 ഇല്ല. 1 ഉണ്ടെന്ന് വിചാരിക്കും. ഉണ്ടെങ്കിൽ 1 -1 എന്ത് വരും? 0 വരും. അത് നോട്ട് ഡിഫൈൻഡ് ആയി പോകും അല്ലെ. അപ്പൊ ഇവിടെ പക്ഷെ നോക്കിക്കേ, ഇവിടെ 1 ഇല്ല. ഇവിടെ 1 ഇല്ലാത്ത കൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? on 2 ആണ്. ഇനി ഇൻ കേസ് 1 ഉണ്ടെന്ന് വിചാരിക്കും, അതായത് ഇവിടെ ഞാൻ 1 കൂടി ഉണ്ട്, ഇത് ഇങ്ങനെ കിടക്കണമെന്ന് വിചാരിക്കും. അപ്പൊ 1 ഉണ്ട് ഇവിടെ അല്ലെ? 1 ഉണ്ട്. അപ്പോ ഈ 1 വൈക്ക് 1 വരാല്ലോ. ഈ 1 വരുമ്പോ ഈ ഫംഗ്ഷൻ നോട്ടിഫൈഡ് ആയി പോകും 0 വരുമ്പോ. അതാണ് ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായ? ദൈവത്തിനറിയാം. അടുത്ത ദിവസം വരുമ്പോ നോക്കാം. സമയം എത്രേ? 24. അപ്പൊ ഇതെന്തെല്ലാം എഴുതണം? on 2 ആണ്. ഇതിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എഴുതാവുന്നേ ഉള്ളൂ എല്ലാം. ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓർക്കണ്ട ആരെങ്കിലും? ഷിപ്പാ? എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എന്നാ വരും ഫംഗ്ഷന്റെ പേര്. അപ്പൊ നോക്കിയേ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ആ ഫംഗ്ഷനിലോട്ട് നമ്മളൊരു പോയിന്റ് ഉള്ള വാല്യൂ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പൊ എന്താ? റൗണ്ട് ചെയ്ത് വരും അല്ലെ. ഫോർ എക്സാമ്പിൾ 1.2 ഇട്ട് കൊടുത്തു വെച്ചോ ഫംഗ്ഷനിലോട്ട്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ കാര്യം വേണ്ട പറയണ. 1.2 ഇട്ട് കൊടുത്ത ആ ഫംഗ്ഷനിലോട്ട് എടുത്താൽ എന്തായി മാറും? 1 ആയി മാറും. ഇതിലുള്ള ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എന്താ?
1. അപ്പൊ 1.5 റൗണ്ട് ഓഫ് ചെയ്യുന്ന ഫംഗ്ഷൻ ഗ്രേറ്റസ്റ്റ് 1 2.1 ആണെങ്കിൽ 2. അപ്പൊ ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ പ്രത്യേകത. 2 ആണെങ്കിൽ എന്താ 2 തന്നെ. ഇല്ല, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ പ്രത്യേകത അതിന്റെ തൊട്ടടുത്തുള്ള ഇന്റീജറിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. അതിന്റെ ഉള്ളിൽ വരുന്ന എന്തോ അല്ല, അതായത് 1.2 വരുന്ന ഇന്റീജർ വാല്യൂ ഏറ്റവും ഏതാണോ അത് 1.2. ഇപ്പൊ 1 തുടങ്ങി 1നും 2നും ഇടയ്ക്കുള്ള ഏത് പോയിന്റിന്റെ വാല്യൂന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കുള്ളൂ 1 ആയിരിക്കുള്ളൂ. മനസ്സിലായി? ഇതിന്റെ ഇടയ്ക്ക് എന്ത് വന്നാലും ഈ 1ന്റെ 1.1 1.2 1.8 1.9 1.9 വന്നാലും ആരെ തന്നെ ആയിരിക്കുള്ളൂ 1 തന്നെ ആയിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു 1 ആണോ 1 ആണോ ഈ ഫംഗ്ഷൻ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഞാൻ ഈ ഫംഗ്ഷന് അല്ല ആണാ എന്താ അവൻ ചോദിക്ക എന്ത് പറഞ്ഞാലും അവൻ എന്റെ അടുത്ത മെസ്സേജ് എന്തുകൊണ്ട് 1 അല്ല നീ ബാക്കിൽ നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോ 1.2 എന്ത് ചെയ്ത് 1 കൊടുത്തു. ഇനി അടുത്ത് 1.5 കൊടുത്താൽ ആര് തന്നെ വരുള്ളൂ 1 തന്നെ വരുള്ളൂ. അപ്പൊ 2 മാപ്പിംഗ് വന്നപ്പോ തന്നെ അത് എന്തല്ല 1 തന്നെ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരച്ചു നോക്കണം, അത് തന്നെ എഴുതി വെച്ചാൽ മതി. അവൻ ഇപ്പോഴും ഓർക്കുമ്പോ ഓക്കെ. ആറരയാ? കുറച്ചേരം എടുത്തോളൂ ഇന്ന്. അടുത്ത ക്ലാസ്സും കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാം. ഇനി നിങ്ങൾ ചെയ്ത ഇതൊന്ന് കാണിച്ചിട്ട് പോയിക്കോ. കഴിഞ്ഞ ദിവസം ഞാൻ മെറ്റീരിയൽസ് കിട്ടിയായിരുന്നോ നിനക്ക്? നിനക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ചെയ്തവരും ഉണ്ടെന്ന് നോക്കട്ടെ. ചെയ്യാത്തവർക്ക് ഞാൻ ഇമ്പോസിഷൻ തരാം. ചെയ്തവര് കാണിക്ക്. ഇതെന്താ ആൻസർ മാത്രം നോക്കി എഴുതിക്കൊണ്ടെന്നാണോ? ചെയ്ത് നോക്കിയാ? ആദ്യത്തെ 14 ഒന്നും ചെയ്യാത്ത ആൾക്കാർ ആരൊക്കെയാന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെയാ ഒന്നും ചെയ്യാത്ത ആൾക്കാരാരാ? നിങ്ങള് പുതിയ ആൾക്കാർ. കൊറേ കഷ്ടപ്പെട്ടല്ല നീ ചെയ്യാൻ. ആകെ ഒരു പേജ് അല്ലേ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അടുത്ത ദിവസം വരുമ്പോ ചെയ്തിട്ടുണ്ടോ കേട്ടാ? എവിടെ പല്ലുവേദനക്കാരന്റെ എവിടെ? എന്താന്ന് ഫോട്ടോ എടുത്ത് അയച്ചേനെ എനിക്ക്. അവൻ പറയാ മറന്നുപോയി. എവിടെ നീ ചെയ്തെവിടെ കാണിച്ചാ? 6:30 ഇട്ട് ഇറങ്ങിയാ മതി നിനക്ക്.